തൊടുപുഴ ബിജു വധക്കേസിൽ നിർണായക വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ കൂടി പിടിയിൽ. ഒന്നാം പ്രതി ജോമോന്റെ ബന്ധുവും ബിസിനസ് പങ്കാളിയുമായ എബിൻ തോമസ് ആണ് അറസ്റ്റിലായത്. കൊലപാതകത്തിന് പിന്നിൽ 5 ദിവസത്തെ ആസൂത്രണമെന്നാണ് പോലീസ് പറയുന്നത്. ജോമോന്റെ ഭാര്യ ഒളിവിലാണ്. വിവരങ്ങളുമായി സജു ദേവസ്യ നമുക്കൊപ്പം. സജു ദേവസ്യ, ബന്ധു എബിൻ തോമസിന്റെ ഈ കേസിലെ ബന്ധം എന്താണ്? സുജയ, കേരളം ഞെട്ടിയ കൊലപാതക കേസാണ് ബിജുവിൻ്റേത്. കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഗോഡൌണിൽ മൃതദേഹം കൊന്ന് പൊഴിച്ചുമൂടുകയാണ് ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത് എബിൻ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ അറിയാവുന്ന ആളാണ്. അതായത് ഒന്നാം പ്രതി ജോമോന്റെ ബന്ധുവാണ്, ബിസിനസ് പങ്കാളിയാണ്. ഈ കുറ്റകൃത്യം നടപ്പാക്കിയതിന് ശേഷം ജോമോൻ ആദ്യം വിളിക്കുന്നത് എബിനെയാണ്. ഈ വിശദാംശങ്ങൾ മുഴുവൻ പങ്കുവച്ചിരുന്നു. അതിനുശേഷം നേരത്തെ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കൊച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ അക്കാര്യം അറിയാമായിരുന്നു. ദൃശ്യം 4 നടപ്പാക്കി എന്ന ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പോലീസ് നേരത്തെ ശേഖരിച്ചതാണ്. ഇയാളുടെ അറസ്റ്റ് തൊടുപുഴ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ കുറ്റകൃത്യം കൃത്യമായി അറിയാമായിരുന്നു. ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട്, കുറ്റകൃത്യം സംബന്ധിച്ച് വിവരം മറച്ചുവെച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികളില്ല. ഒരുപക്ഷെ അന്വേഷണ സംഘം മാപ്പുസാക്ഷിയാക്കുന്നതിലേക്ക് അടക്കം പോയേക്കാം എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാൾക്ക് ഇത് സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും നേരിൽ തന്നെ അറിവുള്ളതാണ്. കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. ആദ്യം ഒരു തവണ ബിജുവിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. അത് പക്ഷേ പാളിപ്പോയി. പിന്നീട് കൊട്ടേഷൻ സംഘത്തെ കൊച്ചിയിൽ നിന്ന് എത്തിച്ചു. അപ്പോഴും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ എബിന് അറിയാമായിരുന്നു. എന്താണ് പ്രധാനം? ഇതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമായി എടുത്തു പറയേണ്ടത്, ഈ ഒന്നാം പ്രതി ജോമോന്റെ ഭാര്യയ്ക്കും ഈ കൊലപാതകത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. അതായത് തെളിവ് നശിപ്പിക്കലിലടക്കം പങ്കാളിത്തമുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അവരെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണം എന്നാവശ്യപ്പെട്ട് അവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അവർ ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ബിജുവിനെ ജോമോന്റെ വീട്ടിലേക്കടക്കം എത്തിക്കുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ഇയാൾ മരിച്ചു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഈ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഗോഡൌണിലെ മാൻഹോളിലേക്ക് ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. കൂടുതൽ ആളുകൾ, അതായത് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് മുൻകൂട്ടി പലതവണ ആസൂത്രണം ചെയ്യുകയും ഈ പണം കൈമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും കൊട്ടേഷൻ സംഘത്തെ കൊച്ചിയിൽ നിന്ന് എത്തിക്കുകയും തുടങ്ങി വിപുലമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അത്രയും വിപുലമായ ആസൂത്രണം നടത്തി അതിനുവേണ്ടി പണം കൈമാറ്റം ചെയ്തു. പിന്നീട് കൊട്ടേഷൻ സംഘത്തെ കൊച്ചിയിൽ നിന്ന് തൊടുപുഴയിൽ എത്തിക്കുന്നു. അതിനുശേഷം ഈ ആസൂത്രിതമായ കൊല നടപ്പിലാക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഏകദേശം ഒരു ചിത്രം വ്യക്തമാവുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെ കൊട്ടേഷൻ സംഘത്തെ എത്തിച്ച് അതിനുവേണ്ടി പണം ചിലവഴിച്ച് ഒരു തവണ അറ്റംപ്റ്റ് പരാജയപ്പെട്ട് രണ്ടാമതാണ് ഇത്തരത്തിൽ ആസൂത്രിതമായ നിഷ്ഠൂരമായ ഈ കൊല നടപ്പാക്കിയത്. അതിലാണ് ഏറ്റവും ഒടുവിൽ ഈ ഗൂഢാലോചന കുറ്റവും ഒപ്പം ഈ വിവരങ്ങൾ മറച്ചുവെച്ചു വന്ന കുറ്റവുമാണ്. പക്ഷേ അതിൽ പോലീസ് കാരണം ഈ കുറ്റകൃത്യത്തിന് നേരിട്ട് ദൃക്സാക്ഷികളില്ല. ശാസ്ത്രീയ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവയാണ് ഈ അന്വേഷണത്തിൽ തുടർന്ന് അങ്ങോട്ടേക്ക് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഉൾപ്പെടെ നിർണായകമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ദൃശ്യം 4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ഒരു ചലച്ചിത്രത്തിന്റെ മാർഗത്തിൽ കുറ്റകൃത്യം പുറത്തു പോകാതിരിക്കാൻ എല്ലാ ആസൂത്രണവും പ്രതികൾ നടത്തിയിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ട ആസൂത്രണം അതിനുവേണ്ടി നടത്തിയിരുന്നു. മുൻകൂട്ടി ആശയവിനിമയം നടത്തിയിരുന്നു, പണം കൈമാറിയിരുന്നു. അങ്ങനെ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഒന്നാം പ്രതി ജോമോൻ എബിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും അതിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതിൽ ദൃശ്യം 4 ആണ്, വിവരമൊന്നും പുറത്തു പോകില്ല എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷവും ഈ പുതിയൊരു ഫോൺ വാങ്ങിക്കുന്നു. ആ ഫോൺ വാങ്ങിച്ചു നൽകാനുള്ള പണം ആ ഘട്ടത്തിൽ കൈമാറിയത് എബിനാണ്. ഈ വിശദാംശങ്ങളൊക്കെ, അതായത് കുറ്റകൃത്യത്തിന്റെ ഏതാണ്ട് ചുരുളഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നാം പ്രതിയുടെ ഭാര്യയ്ക്ക് കൂടി ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നത്. പക്ഷേ അവർ ഒളിവിൽ പോയിരിക്കുകയാണ്. അവർ മുൻകൂർ ജാമ്യാപേക്ഷയുണ്ട്. പോലീസ് ഇപ്പോൾ അവരുടെ കൂടി ഒരു പക്ഷേ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം കടന്നേക്കും. ഏതായാലും തൊടുപുഴ ബിജു കൊലക്കേസിൽ അന്വേഷണ സംഘം വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന്റെ ശാസ്ത്രീയ പരിശോധന, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ എന്നിവയും ഒപ്പം മറ്റ് ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ കേസിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന മറ്റു തെളിവുകളിലേക്കും വേഗത്തിൽ പോവുക എന്നതാണ്. കേസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ചിത്രം ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഈ പണമിടപാട് സംബന്ധിച്ച തർക്കം അത് പിന്നീട് നേടിയെടുക്കുന്നതിന് വേണ്ടി ഭീഷണിയിലേക്ക് പോകുന്നു. പിന്നീട് അത് കൊല നടത്തുക എന്ന ഉദ്ദേശത്തിലേക്ക് തന്നെ പോകുന്നു. കാരണം ഇരുവരും നേരത്തെ ബിസിനസ് പങ്കാളികളായിരുന്നു. കൊല്ലപ്പെട്ട ആളും ഒന്നാം പ്രതിയും ബിസിനസ് പങ്കാളികളായിരുന്നു. ആ ഘട്ടം മുതൽ തുടങ്ങിയ തർക്കമാണ് ഏറ്റവും ഒടുവിൽ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. അതിലെ പ്രതികളിലേക്ക് എല്ലാവരിലേക്കും എത്താൻ അന്വേഷണ സംഘത്തിന് ഇതിനകം കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതാണ്. സുജയ, തൊടുപുഴ ബിജു വധക്കേസിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ സജോ ദേവസ്യ പങ്കുവച്ചത്.